അഡ്വാൻസ് ആയിരിക്കും അഡ്വാൻസ് ഡ്രൈവർ സെറ്റ് ചെയ്യാം. ആ സ്റ്റേറ്റ് സിസ്റ്റം കുറച്ചുകൂടെ നമുക്ക് ഒരാൾ ഡ്രൈവ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്കിപ്പോൾ എം പിയുടെ സാധനം പറഞ്ഞ് ഡ്രൈവ് സ്കൂളിൽ ഡ്രൈവ് സ്കൂളിൽ പോയി ഭാഷ കണ്ടിരുന്നിട്ട് നമ്മളൊരു എത്തിക്കുന്നത് ഇതൊക്കെ പ്രൈവറ്റ് അതായത് കാർ തന്നെ നമ്മളെ സഹായിക്കുന്ന രീതിയാണ് ഈ അഡാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുമ്പോൾ ഓൾറെഡി പൊല്യൂഷൻസ് ഉണ്ട്. ഓൾറെഡി പൊല്യൂഷൻ ഓക്കെ നമുക്കത് നമുക്ക് ഒരു മില്ലിങ് വരുന്നുണ്ട്, പ്രത്യേകം വരുന്നുണ്ട്, വരുന്നുണ്ട്, പിന്നെ നമുക്ക് വേഗമെല്ലാം നമുക്ക് വരുന്നു. നമ്മൾ അതിന് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് അഡാ സിസ്റ്റം ഉണ്ട്. അതായത് പൂർവ്വമാണ് അഡാ സിസ്റ്റം നമുക്ക് ഉള്ളത്. അപ്പോൾ അഡാസ് ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് വരുന്നത് 19 ഫീച്ചേഴ്സാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് ഫോർവേഡ് പൊല്യൂഷൻ ഉണ്ട്. അതായത് ഫോർവേഡ് പൊല്യൂഷൻ ഉണ്ട്. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന ഫോർവേഡായിട്ടുള്ള പൊല്യൂഷൻസ് അതായത് വരുമ്പോൾ കടസ്റ്റിൽ നടക്കുക. അതിപ്പോൾ മാറ്റങ്ങൾ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ നടക്കുന്ന ആളുകൾ വണ്ടി അത് അഡ്വാൻസ് ആയിട്ട് ബ്രേക്കിംഗ് സിസ്റ്റം വരും. അതാണ് ഫോർവേഡ് പൊല്യൂഷൻ. അത് ഫോർവേഡ് പൊല്യൂഷൻ തന്നെയാണ് കടസ്റ്റിയിൽ വരുന്നുണ്ട്. പിന്നെ സൈക്ലിസ്റ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൈക്കിൾ ഇൻജക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി അതിനകത്ത് കൺട്രോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാർ എല്ലാം വരും. പിന്നെ നമ്മൾ ജംഗ്ഷൻ ഉണ്ട്, 4 ജംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കാണാത്ത സൈഡിൽ വരുമ്പോൾ വണ്ടികൾ കയറി വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി നമ്മൾ അറസ്റ്റ് ചെയ്യും. പക്ഷേ നമുക്കൊരു അലാം തരും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റം തരും. പിന്നെ വരുന്നത് വണ്ടി ലീഡ് വെഹിക്കിൾ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സിഗ്നലിൻ്റെ സ്ഥലത്ത് പോയി നമ്മൾ അപ്പോൾ വണ്ടി സിഗ്നലിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ സ്വാഭാവിക കൊണ്ടുവരും. നമ്മൾ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നേരെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞോട് സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വണ്ടി പെട്ടെന്ന് മൂവായി നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ബാക്കിലെ വണ്ടികൾ എന്തെങ്കിലും ഫോണില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി തന്നെ നമ്മൾ പറയാം നമ്മുടെ മുന്നിലത്തെ വണ്ടി മൂവായിരുന്നു. അപ്പോൾ നമ്മളതിന് പോവാം, അതാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ സ്മാർട്ടായിട്ട് വരുന്ന സ്മാർട്ട് ടൂൾസ് മൂവായ സ്റ്റോപ്പ്. അതായത് വണ്ടി ഓട്ടോമാറ്റിക് തന്നെ ഈ വണ്ടി പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ വണ്ടി അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് കൺട്രോൾ ചെയ്യും. പിന്നെ നമ്മുടെ റിയർ പൊല്യൂഷൻ വാണിംഗ് പിന്നെ അവോയ്ഡ്. അതായത് ആദ്യം നമുക്ക് വണ്ടി വാണിംഗ് തരും ഗവൺമെൻറ്, അത് കഴിഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യും. പിന്നെ സേഫ് സിസ്റ്റമാണ്. അതായത് നമ്മൾ പെട്ടെന്ന് പ്രത്യേകിച്ച് മുതിർന്നവരല്ല കുഞ്ഞുങ്ങളുടെ അതിനേക്കാളും സ്വാഭാവം പെട്ടെന്ന് വണ്ടി ഡോർ വലിച്ചു കൊടുക്കണം. മനസ്സിലായി? ആ സമയത്ത് ബാക്കിൽ വണ്ടികൾ വരാൻ ചാൻസ് ഉണ്ട്. പൊല്യൂഷൻ